ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷൻ കണ്ണപ്പ കൊല്ലലാണ് അല്ലേ, വധല്ലേ? അതായത് ഞങ്ങളിങ്ങനെ ചുമ്മാ ഇരിക്കുകയായിരുന്നു. അപ്പോൾ കണ്ണപ്പ സിനിമയെ കുറിച്ച് ഇങ്ങനെ ചർച്ച ചെയ്യുക. അപ്പോൾ ഭയങ്കര ടെൻഷനിലാണ്, ഓപ്പണായിട്ട് പറയാം. അതായത് എന്തിൻ്റെ ആവശ്യമായിരുന്നു ലാലേട്ടന് ഈ കാര്യത്തിലുള്ളത് എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ചുമ്മാ ട്രെയിലറിൻ്റെ കമൻസിലേക്ക് ഞങ്ങളുടെ കണ്ണുപോയി. ഞങ്ങളെന്തോ പറഞ്ഞപ്പോൾ എന്തായിരുന്നു ആ കമൻറ്റ്? അതായത് കണ്ണപ്പ കണ്ണപ്പല്ലടാ ആ സാധനം എന്തായാലും കമന്റിൽ കമന്റിലേക്ക് പോയതാ. ഒന്നാമത് ഇതിന്റെ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ട്രെയിലർ വന്നതിന് ശേഷം അത് മലയാളത്തിലെ ട്രോളന്മാരെല്ലാരും കൂടി ലാലേട്ടനെ എടുത്തിട്ട് അതാ വീണ്ടും ട്രോള് തുടങ്ങിയിട്ടുണ്ട്. കാര്യം നമ്മളൊക്കെ പ്രതീക്ഷിച്ച ഈ സാധനം ഉറപ്പായിട്ടും ഇതിന് ട്രോള് വരും. അല്ലെങ്കിൽ അതിനകത്ത് ഡയലോഗ് ഡെലിവറി ആണെങ്കിലോ ആ ഒരു സാധനം കേട്ടപ്പോ തന്നെ അത് വെച്ചിട്ടാണ് എത്രയോ വീഡിയോസ് വന്നിരിക്കുന്നതെന്ന് അറിയോ? എനിക്ക് മനസ്സിലായി. എനിക്ക് ലാലേട്ടന്റെ സൗണ്ട് ലാലേട്ടന്റെ ആയിട്ട് മലയാളത്തിൽ അത് പറയുമ്പോഴത്തേക്കും വേറെ എങ്ങനെയോ, അതായത് ഈ തെലുങ്ക് ഭാഷകൾ ഡബ് ചെയ്ത് വരുമ്പോൾ പറയൂല. അതായത് മുന്നിൽ പറയേണ്ട സാധനമായിരിക്കും പുറകില് പറയാ, പുറകില് പറയേണ്ട വാക്കുകളായിരിക്കും മുന്നിൽ പറയാ. അങ്ങനത്തെ ഒരു സാധനം പ്രശ്നമുണ്ടല്ലോ. അങ്ങനത്തെ ഒരു സാധനം ലാലേട്ടൻ പറയുന്നത് ഫീൽ ചെയ്യുന്നുണ്ട്. അതെ, അങ്ങനെയായിരിക്കും വരിക. അങ്ങനത്തെ ഒരു സാധനമാണ് ഡയലോഗ് ഡെലിവറിയിൽ എനിക്ക് തോന്നിയത് കേട്ടോ. സിനിമ വരുമ്പോൾ 18 മിനിറ്റ് ആണ്. അത് പറയാൻ മറന്നുപോയി. 18 മിനിറ്റ് ആണ് സിനിമയിലെ ലാലേട്ടന്റെ ഡ്യൂറേഷൻ. അത് കേട്ടപ്പോഴാണ് ഞങ്ങൾ ഈ ടെൻഷൻ കുറച്ച് കൂടുതൽ പേടിയായിപ്പോയി. 5 മിനിറ്റ് ആണെങ്കിൽ പോലും മതിയായിരുന്നു. അത് സ്കിപ്പായി പോയനെ. ഇത് 18 മിനിറ്റ് ഒക്കെ ലാലേട്ടന്റെ ഈ സംഭവം ഉണ്ടെങ്കിൽ അത് ഏത് രീതിയിൽ. ഒന്നാമത് ഈ സിനിമയോട് എല്ലാവർക്കും അറിയാം. ഈ സിനിമേന്റെ ഫസ്റ്റ് ലുക്ക് മുതൽ പിന്നെ വരാൻ തുടങ്ങിയപ്പോ മുതലേ ഇതിന്റെ ഭയങ്കര വീക്കായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഭയങ്കര നെഗറ്റീവാണ്. അതായത് കേരളത്തില് പ്രേക്ഷകർക്ക് ഇത് ഒരു, അതായത് എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിഞ്ഞു പോയെങ്കിൽ എന്നുള്ളത് മാത്രമേ സത്യം. ആ ഹാർഡ് ഡിസ്ക് പോയപ്പോ ഇത്ര സന്തോഷം വേറെ ആൾക്കാരുണ്ടാവില്ല. അത് മലയാളികളായിരിക്കും. മനസ്സിൽ നമ്മളിങ്ങനെ സൂക്ഷിച്ചിരിക്കുകയല്ലേ തുടരും. അത് ധാരാളമായിട്ട് നോക്കുകയാണ്. അതിനുശേഷം ചോട്ടാ മുംബൈന്റെ ആ എക്സ്പീരിയൻസും അങ്ങനെ ആശ്വാസം. ലാലേട്ടൻ എന്നുള്ള ആ ഒരു രീതിയിൽ നമ്മളിങ്ങനെ കൂളായിട്ടിരിക്കുകയാണ്. അവിടെയാണ് നമ്മൾ ഈ കണ്ണപ്പയിലൂടെ ഈ രൂപത്തിൽ ലാലേട്ടൻ്റെ ഈ അപരാധം കാണാൻ പോകും. കിരാത ശരിയാണ്. സിനിമ കാണാതെ കുറെ നേരായി. അപ്പൊ നീ കിരാതയായി മാറിയോ? അപ്പൊ കിരാതയാണെങ്കിൽ നമ്മളിത് ഒഴിഞ്ഞു പോട്ടെ എങ്ങനെയെങ്കിലും എന്ന് കരുതി വെക്കുക. അപ്പൊ ഞാൻ കണ്ടെത്തിയൊരു മാർഗം, തിയേറ്ററിൽ 5 മിനിറ്റ് ഉള്ളായിരുന്നെങ്കിൽ അതിനൊരു അടിയാണ് ശരിക്കും 18 മിനിറ്റ് ഉണ്ട് എന്നുള്ളത്. ഇപ്പൊ 5 മിനിറ്റ് ഉള്ളെങ്കിൽ എങ്ങനെയെങ്കിലും ലാലേട്ടനെ കാണുന്ന സമയത്ത് ഒന്ന് ബാത്റൂമിൽ പോയിട്ട് കാണാൻ കഴിഞ്ഞിട്ടോ. ഈ മനസ്സിൽ നമ്മളിങ്ങനെ കരുതി വെച്ചിരിക്കുന്ന നമ്മളിങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ടല്ലോ ആ ഒരു വിഗ്രഹം അവിടെ ഇരുന്നോട്ടെ എന്ന് കരുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നേരെ ടോയ്ലറ്റിലേക്ക് പോവാ. 5 മിനിറ്റ് ശേഷം വരിക. ആരും ചോദിക്കുക. പക്ഷെ 18 മിനിറ്റ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ 18 മിനിറ്റ് പോയത് എന്തിനാന്നുള്ള ചോദ്യം അല്ല. 18 മിനിറ്റ് എടുത്ത് നീ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 10 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ആൾക്കാർ അവിടെ അന്വേഷിച്ചു വരും. ഡെയിലേ പോയതറിയണല്ലോ. വീണോ, എന്തെങ്കിലും സംഭവിച്ചോ ഒക്കെ നോക്കട്ടെ. അത് മാത്രല്ല, കുറെ ആൾക്കാർ ഈ ഐഡിയ ആയിട്ട് വന്നിട്ടുണ്ടാവും. മുട്ടും ഉറപ്പായിട്ട് അവർക്ക് കയറുന്ന എഴുതിയിട്ട്. അല്ലെങ്കിൽ സംശയിക്കും 1, 2, 3 എന്നുള്ളത് അറിഞ്ഞൂടല്ലോ. 18 മിനിറ്റ് ഒക്കെ പോകുന്നുണ്ടെങ്കിലേ. അപ്പൊ എന്തായാലും 18 മിനിറ്റ് ആണ്. അപ്പൊ പ്രശ്നമാണ് എന്ത്, ആ ഒരു ഐഡിയ വെച്ചിട്ട് ആരും തിയേറ്ററിലേക്ക് പോകണ്ട, നടക്കൂല. കാണുന്ന വേണം, നിങ്ങൾ സഹിക്കുന്ന വേണ്ടി വരും. ഇനി മറ്റൊരു കാര്യം, സിനിമ കണ്ടിട്ട് നമുക്ക് ഇതിനെക്കുറിച്ച് തീരുമാനിക്കാൻ പറ്റുള്ളൂ, ശരിയാണ്. പക്ഷെ തിരിച്ച് സംഭവിച്ചാലോ? അതും പറയാൻ പറ്റില്ല. ആ 18 മിനിറ്റ് അതുവരെ കണ്ട സിനിമയല്ല. ഇതിന് സാധ്യത നമ്മൾ 2% കൊടുത്തിട്ടുള്ളൂ. 2 കൊടുക്കണ്ട ശരിക്കും. വന്നാ സംഭവിച്ചു അത്രേ ഉള്ളൂ. അതിന് 2 ടീസറും വന്നു, പിന്നെ കുറച്ച് സോങ്ങുകൾ സിംഗിൾസ് വന്നിട്ടുണ്ടായിരുന്നു, പിന്നെ ഒഫീഷ്യൽ ട്രെയിലറും വന്നു. ഇനി ഒരു ട്രെയിലർ വരാനുണ്ടാവും. ഇല്ലല്ലോ, ഇനി ട്രെയിലർ ഇല്ലല്ലോ. അപ്പൊ എന്തായാലും ഇതൊക്കെ വെച്ചിട്ട്
നമുക്ക് മനസ്സിലായതാണ്. അധികമൊന്നും പ്രതീക്ഷിക്കണ്ട. നമ്മൾ തെലുങ്കന്മാരെന്നല്ലേ, നമ്മൾ മലയാളികളല്ലേ. അതായത് എല്ലാ സിനിമയും പോയി വിജയിപ്പിക്കാനുള്ള ഒരു ആംബിയർ നമ്മുടെ മലയാള സിനിമക്ക് ഉണ്ടോ എന്നുള്ള സംശയം പ്രേക്ഷകർക്ക്. ലാലേട്ടൻ പറഞ്ഞു കേട്ടോ, ലാലേട്ടൻ പറഞ്ഞത് അവിടെ എല്ലാ സിനിമയും പോയി വിജയിപ്പിക്കും. അങ്ങനെയാണെങ്കിൽ ലാലേട്ടനോട് ഒരു ചോദ്യം ചോദിക്കാൻ, അതായത് ഒരു 150 സിനിമ ഒരു വർഷം മലയാളത്തിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ 150 ദിവസം, ഒരു വർഷത്തിൽ 150 ദിവസം നമ്മൾ തിയേറ്ററിൽ ചെലവഴിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അത് 150 ദിവസം ചെലവഴിക്കും വേണം. ബാക്കി 150 ദിവസം പണിയെടുക്കുന്നത് ഈ 150 ദിവസത്തിന് വേണ്ടി ആയിരിക്കും. അല്ലാതെ ഇപ്പൊ ഇത് തീരണ്ടേ? 150 സിനിമയ്ക്ക് പോയി കഴിഞ്ഞാൽ ഒരു നോർമൽ ഫാമിലി 150 സിനിമയൊക്കെ കാണാൻ തിയേറ്ററിലേക്ക് പോയി കഴിഞ്ഞാൽ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ഭയങ്കര ഭീകരം. അവര് ഇപ്പൊ ലാലേട്ടൻ തന്നെ ചെയ്തു. ഒരാളെന്നെ ഒരാള് പോയാ മതി. 200 രൂപ മുടക്കില്ലേ? വേറെ ജോലിക്കൊന്നും പോണ്ടേ? ഞങ്ങളെ പോലുള്ളവര് പോയി കാണും. അത് സ്വാഭാവികം, നമ്മുടെ ജോലി നമുക്കിത് പറയണല്ലോ. നമ്മളിപ്പോ കമന്റ്സിന്റെ റിയാക്ഷൻ ഉണ്ടല്ലോ, ചെയ്യാം, നാളെ ചെയ്യാം. അതായത് നമ്മളിപ്പോ OTTക്ക് വേണ്ടി കാത്തിരിക്കുന്ന ചില സിനിമകളുണ്ട്. നമ്മൾ എന്തായാലും തിയേറ്ററിൽ ഈ 150 സിനിമകളൊന്നും കാണാറില്ല. നമ്മളെ റിവ്യൂ നോക്കിയാൽ മതി. എല്ലാത്തിനൊന്നും പോകാൻ പറ്റൂല. എങ്ങനെയൊക്കെ നോക്കിയാലും എനിക്ക് തോന്നുന്നില്ല അത്ര നടക്കുന്നു. പിന്നെ മാത്രല്ല, എന്തിനാണ് പിന്നെ OTT ഒക്കെ ഞങ്ങൾ സബ്സ്ക്രിപ്ഷൻ എടുത്ത് വെച്ചിട്ടുള്ളത്? അത് എത്ര പ്ലാറ്റ്ഫോമുകളുണ്ട്, ഏതിലത് വരിക എന്നുള്ളത് പലതും പലതിലാണ് വരുന്നത്. ഇതൊക്കെ തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഇതിലെടുത്ത് വെച്ചിട്ടുള്ളത്? സത്യം. കാര്യം എന്തെന്നറിയോ, ലാലേട്ടൻ പറഞ്ഞ ഇത് കാര്യം വെച്ചിട്ട് തെലുങ്ക് ഇൻഡസ്ട്രിയാണ് ശരിക്കും ഇന്ത്യയിലെ തന്നെ 2ാമത്തെ ഇൻഡസ്ട്രി. അതിന് മാത്രം തിയേറ്റേഴ്സ് ഉണ്ട്, അതിന് മാത്രം ജനങ്ങളുണ്ട്. ഇവിടെ അതില്ലല്ലോ. ആ ഒരു വ്യത്യാസം നല്ലതായിട്ട് ബാധിക്കും ഏത് സിനിമേനെ. അതുപോലത്തെ പ്രൊഡക്ഷൻ രീതിയിലല്ല സിനിമകൾ വരുന്നത്. എല്ലാ സിനിമകളും തിയേറ്ററിന് വേണ്ടിയിട്ടുള്ളതല്ല. അതൊരു സത്യം. OTTക്ക് പോലും വലുപ്പമില്ലാത്ത സിനിമകളാണ് പലതും വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മലയാളത്തിലാണ് എനിക്ക് തോന്നുന്നത് അത്രയും ചെറിയ സിനിമകൾ ഏറ്റവും കൂടുതൽ വരുന്നത് മലയാളത്തിലായിരിക്കും. അത് ചിലത് OTTയിലേക്ക് നേരെ പോകുന്നു, തിയേറ്ററിൽ പോലും വരാതെ പോകുന്ന സിനിമകളുണ്ട്. ഇപ്പൊ പിന്നെ ആ പരിപാടി എന്തായാലും നിന്നിട്ടുണ്ട്. അതെ, എന്തായാലും തിയേറ്റർ മസ്റ്റ് വാച്ച് എന്നുള്ള രീതിയിൽ ഒരു സിനിമ ഇറക്കി കഴിഞ്ഞാൽ അത് മലയാളികൾ ആരും വിടാറില്ല. സിനിമാ പ്രേമികളും ആരും വിടാറില്ല. ഇങ്ങനത്തെ സിനിമയൊക്കെ ചെയ്ത് വെച്ചിട്ട് തിയേറ്ററിൽ പോയി കാണണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലയാളികൾ ഇച്ചിരി പുളിക്കും എന്ന് തന്നെ തിരിച്ചു പറയും. സത്യമായിട്ട് പറയാലോ. ട്രെയിലർ കണ്ടിട്ടാണ് ഞാൻ ഈ പറഞ്ഞത്. ഇനി എന്നെ കൊല്ലാൻ നിൽക്കണ്ട, അത് സിനിമ തിയേറ്ററിൽ വരുമ്പോ ഓക്കെ. അല്ല, ഈ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും, അല്ലെങ്കിൽ കണ്ണപ്പ സിനിമ പുറത്ത് വരുന്നുണ്ടെന്ന് അറിഞ്ഞ എല്ലാ മലയാളികളും തീർച്ചയായിട്ടും അവർക്കൊരു മുൻവിധി ഉണ്ടാവും. അപ്പോൾ ആ മുൻവിധി വന്നിട്ടുള്ളത് സിനിമ കണ്ടിട്ടല്ലോ. ഇതിന്റെ ഓരോ ഔട്ട് കണ്ടിട്ടുണ്ടല്ലോ ശരിക്കും. അതായത് എല്ലാവരും പേടിച്ചുകൊണ്ടിരുന്ന ഒരു സംഭവമായിരുന്നു. ഇതിനകത്ത് ലാലേട്ടനുണ്ട്. ലാലേട്ടന്റെ ലുക്കും കൂടി വന്നു കഴിഞ്ഞപ്പം തീരുമാനമായി. ഇത് അന്ന് തന്നെ ആൾക്കാർ പറയാൻ തുടങ്ങിയതാണ്, ഇത് പോയി ലാലേട്ടൻ എന്തിനാണ് വീണ്ടും പോയിട്ട് 2 ഹിറ്റ് അടിച്ച് നിൽക്കുമ്പോൾ വീണ്ടും പോയിട്ട് തല വെച്ച് കൊടുക്കുന്നത് എന്തിനാണെന്നുള്ളതൊക്കെ ആയിരുന്നു പിന്നീട് ഉണ്ടായിരുന്ന ചർച്ചകൾ. അത് അങ്ങനെ തന്നെ ആയിരിക്കാനാണ് ചാൻസ് കൂടുതലും. ഇതൊരു ലാലേട്ടന്റെ സ്ഥിരം പരിപാടിയാണിത്. നല്ല 2 സിനിമ ഇറങ്ങി കഴിയുമ്പോൾ അടുത്തേൽ പോയിട്ട് ഒന്നും നോക്കൂല. അതാണ് മൂപ്പരുടേതായ ഒരു അതന്നെ പറഞ്ഞത്. ആ ഫ്രണ്ട്ഷിപ്പ് കൊണ്ടാണ് 5 വർഷം മൂപ്പർ അങ്ങനെ ഇരിക്കേണ്ടി വന്നത്. ആ ഫ്രണ്ട്ഷിപ്പിന്റെ പ്രശ്നം കൊണ്ട് തന്നെ അത് മാറി ഒന്ന് ട്രാക്കിലേക്ക് കയറി വന്ന സമയമാണ്. അപ്പൊ ഇതാ വീണ്ടും പോയിട്ട് ഫ്രണ്ട്ഷിപ്പ്. ഇത് ബാധിക്കുന്നില്ല, അതാ വൈക്കങ്ങ് പോയിക്കോളും. 8 മിനിറ്റ് ഉണ്ടെങ്കിൽ പ്രശ്നമാണ്. കാരണം അത് ഒറ്റിട്ടൊക്കെ വരുമ്പോഴേ. എടാ, ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ. ലൂസിഫർ സിനിമയില്ലേ ഫസ്റ്റ്, ലാലേട്ടൻ ആകെ ഉണ്ടായിരുന്ന 35 മിനിറ്റ് കണ്ട. അതിനകത്ത് ലാലേട്ടൻ ഉണ്ടായിരുന്ന സീനുകൾ. അപ്പൊ ഇത് 18 മിനിറ്റ് ഉണ്ട്. ഇത് ലാലേട്ടന്റെ ഫുള്ള്. എന്താ അവസ്ഥ ആലോചിച്ച് നോക്ക്. പക്ഷെ വേറെ കാര്യം കേട്ടോ, എനിക്കൊരു ഡൗട്ട് തോന്നിയതാണ്. അത് വിഷ്ണു മഞ്ജു ആണ് ഇത് പറഞ്ഞിട്ടുള്ളത്. ആള് പറഞ്ഞത് ലാലേട്ടന്റെ ചാപ്റ്റർ സെപ്പറേറ്റ് ആണോ, അത് 18 മിനിറ്റ് ഉണ്ടെന്നാണ്. അതായത് ലാലേട്ടൻ വന്ന് ആളുമായി ബന്ധപ്പെടുന്ന കുറച്ച് കാര്യങ്ങൾ നടക്കുന്നുണ്ടാവാം വിഷ്ണു മഞ്ജു ആയിട്ടുള്ള. എനിക്ക് തോന്നുന്നു ഇവർ ആ രീതിയിലായിരിക്കും കേട്ടോ എല്ലാം. ആ മൊത്തം പരിപാടി ആയിരിക്കും. ഇതിപ്പോ ഭയങ്കര സീന പോലെ ഇവനെന്ത് കാണിച്ചോണ്ടിരിക്കുന്നത്. ഒരു ജീവി ഇങ്ങനെ കിടന്ന് ചുറ്റി കറങ്ങുന്നുണ്ട്. അതാണ് കേട്ടോ സംഭവം. അല്ലാണ്ട് ഇവന് പ്രശ്നങ്ങളൊന്നുമില്ല. പ്രശ്നങ്ങളൊന്നുമില്ല സത്യം. അപ്പോ ഈ ഭാഗല്ലേ, അതായത് ഈ ഒരു ചാപ്റ്റർ, ആ ചാപ്റ്ററിന്റെ ഡ്യൂറേഷൻ ആയിരിക്കാം 18 മിനിറ്റ് ആയിരിക്കും. എനിക്ക് തോന്നുന്നു ഇതിന്റെ എല്ലാം അങ്ങനെ തന്നെ ആയിരിക്കും. അതായത് പ്രഭാസ് വരുന്ന ഒരു ചാപ്റ്റർ ആയിരിക്കും, ആള് വരുന്നത് ഒരു ചാപ്റ്റർ ആയിരിക്കും. പിന്നെ ആരൊക്കെയുള്ള ഇതേപോലെ ഗസ്റ്റ് ആയിട്ട് വരുന്നതൊക്കെ ഇത് ഓരോ ചാപ്റ്റർ. അതെ, അതായത് എല്ലാം ശിവന്റെ ഓരോ അവതാരങ്ങളായിട്ട് വരുന്നത്. അപ്പൊ അവരുമായിട്ട് ആള് ഈ
ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഓരോ ചാപ്റ്റർ ആയിട്ട് തന്നെ ആ വരുന്ന വ്യക്തിയിൽ നിന്ന് ആൾ ഉൾക്കൊള്ളുന്ന ഒരു പാഠം. യെസ്. 1 2 എത്ര പാഠങ്ങളുണ്ടോ അത്രയും പാഠങ്ങൾ വേണേ എണ്ണത്തിൽ കൂട്ടാം. അപ്പോൾ ആ ഒരു സംഭവത്തിനൊരു ഉദ്ദേശിച്ച് ഒരു ചാപ്റ്റർ ഉണ്ടാവും. യെസ്. ആ ചാപ്റ്ററിൻ്റെ ഡ്യൂറേഷനാണ് 18 മിനിറ്റ്. അതിൽ ചിലപ്പോൾ 4 5 6 എത്ര മിനിറ്റാണ് ലാലേട്ടൻ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. യെസ്. എന്താണെങ്കിലും വരട്ടെ. നിനക്ക് ബാത്റൂമിൽ പോകാനുള്ള യോഗം ഉണ്ടാകാതിരിക്കട്ടെ. ഞാൻ ആ ഐഡിയ വെച്ച് നടക്കണം. ഇത് എല്ലാവർക്കും ഒരു ശരിക്കും കിട്ടി. എല്ലാരും കൂടി ഇടിച്ചു കുത്തി കയറാൻ നിൽക്കണ്ട, ആർക്കും ഇല്ലാണ്ടായി പോകും. ഐഡിയ കിട്ടി എന്ന് പറഞ്ഞിട്ടേ അപ്പൊ തിയേറ്റർ ഉടമകളെ എന്താന്ന് അറിഞ്ഞൂടാ, ഇത്രയും കാലം ഇല്ലാത്ത രീതിയിലാണ്, അതായത് ഇതിന്റെ കക്കൂസാണ് നിറഞ്ഞിരിക്കുന്നത്. തിയേറ്റർ അല്ല, ഉള്ളിലാളില്ല, പുറത്താണ് ആള് കൂടുതൽ. എന്താണെങ്കിലും സിനിമ വരട്ടെ. ഒരു പ്രതീക്ഷയില്ലാതെ നല്ലതെന്ന് പറയാൻ പറ്റട്ടെ. അങ്ങനെ ആണെങ്കിൽ നമുക്ക് മനസ്സിന് ഭയങ്കര സന്തോഷമായിരിക്കും. കാരണം ഒട്ടും പ്രതീക്ഷ ഇല്ലാണ്ട് പോയിട്ട് ലാലേട്ടന്റെ ഭാഗം ഗംഭീരമായിട്ടുണ്ട് കേട്ടോ എന്ന് പറയാൻ പറ്റിയ അത്രേ ഉള്ളൂ. അല്ല, എന്റെ മനസ്സിൽ അങ്ങനെ ഒരു പ്രതീക്ഷ ഉള്ളായിരുന്നു, പക്ഷെ അത് ട്രെയിലറിലൂടെ പോയി. അതായത് ലാലേട്ടന്റെ നന്നായാൽ മതി സിനിമ. അതാണ് അത് നമ്മൾ ഇതിനു മുമ്പ് നമ്മളെപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന അതായിരുന്നു, സിനിമ എന്തും ആയിക്കോട്ടെ ലാലേട്ടന്റെ ഭാഗം ക്ലിയർ ആവണം എന്നുള്ളത്. ഇപ്പൊ മനസ്സിലായി, എയർ പോവും, പക്ഷെ എന്നാലും ഒരു ഒതുക്കത്തിൽ പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കുറയുന്നതിനനുസരിച്ച്, അതായത് സിനിമയിലെ ആളുടെ ഡ്യൂറേഷൻ കുറയുന്നതനുസരിച്ച് പോകുന്ന ഉയരം കുറയും. അപ്പൊ ലാലേട്ടൻ അവിടെ നിന്നു, ഉയരം കൂടുമ്പോ ചായക്ക് ടേസ്റ്റും കൂടും. ഉയരം കുറയും. മനസ്സിലായില്ലേ? അപ്പൊ എന്തായാലും വരട്ടെ. എന്താണ് ഒരു നാളത്തേക്ക് ഒരു വീഡിയോ കിട്ടിയില്ലേ? വരട്ടെന്നോ? ഒരു മോഹൻലാൽ ആരാധകർ ഇത് പറയില്ല, വരല്ലേ വരല്ലേ വരല്ലേ. 27-ാം തീയതി, അതായത് ഈ ഒരു മാസം മാത്രം, ഇത് ജൂണ് 2025 ഈ ജൂണ് 27 ഇല്ലാതെ 26 നിന്ന് നേരെ 28 കടക്കും. അപ്പൊ ഞാൻ അങ്ങനെ ജയസ്ക ആണ്. അതൊരു പ്രശ്നമാണ്. നീ ജയസ്ക അതല്ലേ നിന്നെ ഞാൻ നീ ബാത്റൂമിൽ പോവാതിരിക്കട്ടെ, നിനക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കട്ടെ, നിനക്ക് ഇത്രയും സപ്പോർട്ട് ചെയ്ത് തരുന്നുണ്ടെന്ന് നിനക്ക് മനസ്സിലായില്ല. തീർച്ചയായിട്ടും എനിക്കറിയാം അത് എന്തിനുള്ള ഏറ്റെടുക്കലാണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അല്ല, ഞാൻ സത്യമായിട്ട് ഞാൻ ആ സമയം പിടിച്ച് ടോയ്ലറ്റിൽ പോയിരിക്കും. എന്നിട്ട് നീ ഇല്ലെങ്കിൽ ഞാൻ നിന്നെ ആരെ വിളിച്ച് ചോദിക്കും കഴിഞ്ഞോന്ന്. ഞാൻ അപ്പുറത്തെ ജയസ്കര് കഴിഞ്ഞു ഇപ്പൊ വരാം. അതല്ല, അത് ഐഡിയ ഉണ്ട്. അതായത് ആരെങ്കിലും നമ്മുടെ കൂടെ കണ്ണപ്പൊക്കെ ഉണ്ടാവും, അപ്പൊ അവരോട് വിളിച്ച് ചോദിക്കാം. പോർഷൻ കഴിഞ്ഞു എന്ന് പറയുമ്പോ ഒറ്റ ഇറങ്ങിയിട്ടില്ലേ തിയേറ്ററിലെ ചെക്കന്മാരെ വിളിക്കും. നീ ഒരു പേടി മേടിക്കണം, എനിക്കൊരു മെസ്സേജ് ഇട്ടാൽ മതി, എടാ കഴിച്ചോന്ന് ചോദിച്ചോക്ക്. അതാണ് ഐഡിയ. എന്താണെങ്കിലും പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ വരാം. നാളെ കമന്റ് വായിക്കാം കേട്ടോ. കമന്റ് നാളെ.